അവന് മോനോ അർജുൻ ചേട്ടനായാലും അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിനായിട്ട് എന്താ വെച്ചാല് എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തോന്നണ്ട. കാരണം ഇപ്പം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വേഷം ചെയ്താലും. കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇപ്പം മെലിയാണ് അതൊരു പടത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ശരീരം മെലിച്ചാണ് ഭക്ഷണം കഴിക്കാതെ ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, കുറേ സിനിമകൾ കാണുക, അവൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കുറേ സിമിലാരിറ്റി ഉള്ള അങ്ങനെ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ ടിപ്സൊന്നും അങ്ങോട്ട് ഏൽക്കില്ല, കാരണം അവൻ്റെ കയ്യിലുണ്ട് കുറേ സംഭവങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യു മേ ജോയിൻ ദി ഓഡിയൻസ്. എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടാ ഇന്നൊരു ലോട്ടറി അടിച്ച ഫീലിംഗ് അറിയാം. കാരണം ഒരു അച്ഛൻ എന്നുള്ളതിലുപരി ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിന്ന് നമ്മൾ കേട്ട വാക്കുകളാണത്. അപ്പം അർജുൻ ചേട്ടൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഹീസ് ദെയർ സംവെയർ അല്ലേ? അപ്പം എന്തായാലും ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. കൂടി ഈ വേദിയിൽ നിൽക്കുമ്പോൾ സാധാരണ സിനിമകളുടെ ഈ ഓഡിയോ റിലീസിനും ടൈറ്റിൽ റിലീസിനൊക്കെ നിൽക്കുന്ന പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തിപരമായ ഒരു അഭിമാനവും സന്തോഷവും ഉണ്ട് വേദിയിൽ നിൽക്കുമ്പോൾ. കാരണം ഈ സിനിമയുടെ ടൈറ്റിലിന് താഴെ വരുന്ന പേരുകളെല്ലാം തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതും എൻ്റെ ഹൃദയത്തോടും എൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന പേരുകളാണ്. ഈ പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ മലയാളത്തിലെ ആദ്യ സിനിമയുടെ ആദ്യ തിരക്കഥയുടെ സംവിധായകനാണ് ഞാൻ. ആദ്യം റിലീസായത് എൻ്റെ സിനിമയല്ല എങ്കിൽ പോലും ആദ്യം മലയാളത്തിൽ അഭിലാഷ് തിരക്കഥ എഴുതി തുടങ്ങിയത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അന്ന് തുടങ്ങിയ ബന്ധം ഞങ്ങൾ ഇന്നോളം എൻ്റെ സഹോദരനെ പോലെ എൻ്റെ അനിയനെ പോലെ ഞങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്.